ഇനി ഞങ്ങൾ ഒരു മുൻ നോട്ടീസും കൊടുക്കാതെ തൊഴിലാളികൾ എന്ന നിലക്ക് ഞങ്ങൾ തൊഴിൽ ബഹിഷ്കരിക്കും. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പോകാൻ കഴിയണില്ല. പെരിന്തൽമണ്ണ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പല ഭാഗത്തേക്കും പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഐഷ കോംപ്ലക്സിന്റെ ആ ഭാഗത്തുള്ള ഐഷ ജംഗ്ഷനിലെ സിഗ്നൽ വന്നതോടുകൂടി അവർക്കിപ്പോൾ ഓട്ടം നിർത്തിവെക്കേണ്ട, കൃത്യസമയത്ത് ഓടിയെത്താൻ പറ്റില്ല എന്നത് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളും തൊഴിലാളികളും എല്ലാവരും ഇവിടെ ബന്ധപ്പെട്ട അധികൃതർക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. ആ സിഗ്നല് തുടർന്ന് പോവുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കണം. അപ്പൊ തൊഴിലാളികൾ തന്നെ പറയണ്ട, ഇപ്പോ നിങ്ങൾക്ക് അതിലേ പോകുമ്പോൾ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നില്ല, ഓടിച്ചെത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവാം? ഞങ്ങൾ തൊഴിലാളികളെ ഒരുപാട് പരാതി ഞങ്ങളെ നേതാക്കന്മാർക്ക് കൊടുത്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് മുനിസിപ്പാലിറ്റിയിലും പോലീസ് ഓഫീസേഴ്സും ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങൾ ഒരു മുൻ നോട്ടീസും കൊടുക്കാതെ തൊഴിലാളികൾ എന്ന നിലക്ക് ഞങ്ങൾ തൊഴിൽ ബഹിഷ്കരിക്കും. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പോകാൻ കഴിയണില്ല. ഈ സ്റ്റാൻഡിൽ നിന്ന് മുകളിലേക്ക് 8 മിനിറ്റാണ്. ഇവിടെ തന്നെ 4 മിനിറ്റും മുകളിൽ 3 മിനിറ്റും അതങ്ങനെ പോയി. പിന്നെ വേറെ നമ്മളെ ബാക്കിൽ വരുന്ന വണ്ടിക്കാരും ഞങ്ങളും നിരന്തരം തല്ലും കച്ചറയായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇങ്ങനെ നമുക്ക് സർവീസ് നടത്താൻ സാധിക്കില്ല. ഒരുപാട് തവണ പരാതി കൊടുത്താണ് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇതിപ്പോ ബസ് നിങ്ങൾ നിർത്തിവെച്ച് നിങ്ങൾ തൊഴിൽ വേണ്ടെന്ന് വെച്ച്, കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടൂല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. നമ്മളെ ചെലവ് കഴിഞ്ഞിട്ട് പൊതുവെ ഈ ചൂടത്ത് ഒരു മനുഷ്യല്ല. ആ സ്ഥിതിക്ക് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഞങ്ങൾ ഒരു മുന്നറിയിപ്പും നൽകാതെ ഞങ്ങൾ വണ്ടി ഡ്രൈവർ പണിക്ക് ഞങ്ങൾ വരൂല. മുതലാളിമാർ എന്ത് ചെയ്താലും ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിടും. എൻ്റെ പേര് ഫൈസൽ. ഞാൻ കരിങ്കിലത്താണി റൂട്ടിലോടുന്ന വണ്ടിയാണ്. 10 പ്രാവശ്യം അവിടെ വരുന്നുണ്ട്. അതിൽ 8 പ്രാവശ്യം ബ്ലോക്കിൽ പെടുകയാണ്. രാവിലത്തെ ഒരു ചാലും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് കിട്ടുന്നില്ല. നിരന്തരം ഞങ്ങൾ നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സിഗ്നലിന് ശരിക്ക് അശാസ്ത്രീയമാണ്. ഇവിടെ മറ്റേ ലെഫ്റ്റ് സൈഡിൽ പോകാൻ തന്നെ ഒരു ട്രാക്കില്ല, ആകെ 2 ട്രാക്കാണ്. ഇവിടുന്ന് വണ്ടികൾ അവിടെ തടയുമ്പോൾ 4, 5, 6 മിനിറ്റ് ഒക്കെ ആവുള്ളൂ. വല്ല സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബസ്സുകൾ ബ്ലോക്കായി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആ സിഗ്നൽ അവിടുന്ന് ഒഴിവാക്കിയേ പറ്റും. സിഗ്നല് ഈ നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ സിഗ്നൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അവിടെ ട്രാക്ക് ശരിയാക്കണം. ലെഫ്റ്റ് പോകണം, മലപ്പുറം മഞ്ചേരി വളാഞ്ചേരി പോണ വണ്ടികളൊക്കെ ലെഫ്റ്റ് പോകാനും ട്രാക്ക് തന്നെ ഉള്ളൂ. ആകെ 2 ട്രാക്കുള്ള അവിടെ. ഇങ്ങോട്ട് മോളിക്ക് 8 മിനിറ്റ് ഉള്ളത്. 6 മിനിറ്റും 5 മിനിറ്റും ഇവിടെ തന്നെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ 2 മിനിറ്റോളം മോളിക്കെത്തും? അവിടുന്ന് ആളെടുക്കാൻ പറ്റാത്ത കോലാകുക. ഫുൾ ബ്ലോക്കാണ്. ഈ ഫാമിലിന്റെ പഴയ മുനിസിപ്പാലിറ്റിന്റെ അവിടെ ഫുൾ ബ്ലോക്കായി മാറും. എങ്ങനെയായാലും ഒരു നിലക്കും സർവീസ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ മറ്റേ മുന്നേ സൂചിപ്പിച്ച മാതിരി 10 പ്രാവശ്യം ഇവിടെ വരുന്നത് 8 പ്രാവശ്യം ബ്ലോക്കായി മാറുക. ഇന്നുമാതിരി 10 ചാല്, ചിലർക്ക് ഒരു ചാല് ഇവിടെ കിട്ടാത്ത പോലെ സ്റ്റാൻഡിൽ ഇറങ്ങാൻ പറ്റും. ബസ് തൊഴിലാളികളുടെ സംഘടനകളൊക്കെ പറഞ്ഞു. അതായത് ബസ് തൊഴിലാളികൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. നിങ്ങൾക്കും ഇവിടെ ഈ സിഗ്നൽ വന്നിട്ട് ഏകദേശം 2 മാസമായി. ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾ ബസ് തൊഴിലാളി യൂണിയൻ CITയും അതുപോലെ തന്നെ ബസ് ഓപ്പറേറ്റർ അസോസിയേഷനും ഇവർ 2 കൂട്ടരും ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അധികൃതരുമായി സംസാരിക്കുകയും അവർ ഒരു 15 ദിവസം കൊണ്ട് അവിടേക്ക് ഫ്രീ ലെഫ്റ്റ്, നമ്മൾ സിഗ്നൽ ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രീ ലെഫ്റ്റ് പാടുന്നില്ലാണ് സിഗ്നലിന്റെ നിയമം. ഒരു 15 ദിവസത്തിന്റെ ഉള്ളിൽ ഫ്രീ ലെഫ്റ്റ് ഉണ്ടാക്കാന്ന് അവർ പറഞ്ഞു. ആ 15 കഴിഞ്ഞ് വീണ്ടും 15 കഴിഞ്ഞ് ഇപ്പൊ 1 മാസമായി. ഇപ്പൊ ഈ ഇവിടെ ജൂബിലി റോഡ് പണിക്ക് വേണ്ടി അടച്ചിട്ടുണ്ട്. അതുകൂടി വന്നേക്ക് ഇവിടെ വാഹനങ്ങൾ അധികരിച്ചു. അപ്പോൾ ഇവിടെ ബസ്സുകൾക്ക് വളരെയധികം പ്രയാസമാണ്. കാറുകൾ അതുപോലെ വാഹനങ്ങൾക്ക് ടൈം വിഷയമല്ല. ഈ ബസ്സിന് നേരത്തെ പറഞ്ഞ മാതിരി 8 മിനിറ്റ് നിന്നിൽ ഇവിടെ തന്നെ 3-4 മിനിറ്റ് പിടിച്ചിടാം. ഇതിന് ഒന്നില്ല ഒരു പരിഹാരം, ഈ ജൂബിലി റോഡ് തുറക്കോളം ഈ സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് പോകുന്ന ടൈം കൂട്ടിത്തരിക. കാരണം 4 സിഗ്നൽ ഓഫ് ആക്കിയിട്ടുള്ള ഈ ഭാഗത്തുനിന്ന് പോകുന്ന ബസ്സുകളാണ് ഈ ഭാഗത്തുനിന്ന് കൂടുതൽ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന പോണ വാഹനങ്ങൾ ടൈം സിഗ്നൽ കൂട്ടിത്തരിക. അവിടെ 4, 5, 3, 10 മിനിറ്റുള്ള ബ്ലോക്കിൽ നിന്ന് അവിടെ ഒഴിവാകും. ഇവിടെ സിഗ്നൽ ഒഴിവാക്കി തന്നെ ഈ ഭാഗത്ത് വരുന്ന ബസ്സുകളെ പെട്ടെന്ന് കടത്തിവിട്ടാൽ നമുക്ക് സൗകര്യമാവും. അത്രയുള്ളൂ. ഇതിപ്പോ ശരിക്കും ഈ ബന്ധപ്പെട്ട അധികൃതര് കാര്യത്തിലും നടപടി എടുത്തില്ലെങ്കിൽ തൊഴിലാളികൾ നിലയ്ക്ക് നിങ്ങൾ എന്താ ചെയ്യും? തൊഴിലാളികൾ നിലയ്ക്ക് ഞങ്ങൾ ഒരു വട്ടം കൂടി ഞങ്ങൾ നോട്ടീസ് കൊടുക്കാൻ ഞങ്ങൾ യൂണിയനെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നോട്ടീസ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഓണം കഴിയൂല. ഓണം കയ്യിൽ ഞങ്ങൾക്ക് ഈ സർവീസ് നിർത്തി വെക്കാന്നല്ലാതെ വേറെ മാർഗമില്ല. ഞങ്ങൾ ഓരോ ട്രിപ്പും കട്ടാവുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 8 ട്രിപ്പിൽ 4 ട്രിപ്പും കട്ടാവുകയാണ്. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി നോട്ടീസ് കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകാനാണ്
ഞങ്ങൾ യൂണിയനും ഓപ്പറേറ്റ് അസോസിയേഷനും തീരുമാനിച്ചിട്ടുള്ളത്. തൊഴിലാളികൾ എല്ലാവരും പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ജൂബിലി റോഡ് നവീകരണം പൂർത്തീകരിക്കാൻ വേണ്ടി അത് അടച്ചിട്ടു. അപ്പൊ ഇവിടെ ടൗണിൽ ബ്ലോക്ക് ഒന്നുകൂടി കൂടി, അതുകൂടാതെ സിഗ്നൽ കൂടി. തൊഴിലാളികൾ പറയുന്നതിലും കാര്യമുണ്ട്, ഫ്രീ ലെഫ്റ്റ് ഒന്നുമില്ല, ഉള്ള സ്ഥലത്തേ കൂടി പോകുമ്പോഴാണ് ഈ സിഗ്നലും കൂടി ഉള്ളത്. അപ്പോ താങ്കളും ഇവിടുത്തെ ഒരു തൊഴിലാളിയാണല്ലോ, ഈ ഫ്രീ ലെഫ്റ്റും ഇല്ല, അതുകൂടാണ്ട് ഉള്ള വഴിക്കൂടി സിഗ്നലും കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം വൈകുന്നേരം ആകുമ്പോ ഈ എന്തെങ്കിലുമൊക്കെ കൂലി കിട്ടുന്നുണ്ടല്ലോ, ആ കൂലി കിട്ടുന്ന അവസ്ഥ എങ്ങനെയുണ്ട്? കൂലിയുടെ പ്രശ്നമില്ല സാറേ. ഞങ്ങൾക്ക് ഇത് ഉദ്ദേശിച്ചത് ഇപ്പൊ സ്റ്റാൻഡിൽ നമ്മൾ നിശ്ചയ ടൈമിൽ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങണം. ഈ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ചുങ്കത്ത് പോകേണ്ട വണ്ടിയാണെങ്കിൽ ഈ 5 മിനിറ്റ് ഇവിടെ പിടിച്ചിടുകയാണ്. പിന്നെ ഈ ജനങ്ങളെ വെച്ച് ഞങ്ങൾക്ക് ഓടിയെത്താൻ പ്രയാസമാണ്. അത് ഭയങ്കര പ്രശ്നം തന്നെ. കാരണം നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ യാത്രക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും അമിത സ്പീഡിൽ പോകണമെന്ന് വെച്ചാൽ നമുക്ക് സമയത്തിന് ഓടിയെത്താൻ കഴിയുന്നില്ല. ഈ സ്പീഡിന്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൗഹാർദ്ദത്തിൽ പണിയെടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ബന്ധപ്പെട്ട നഗരസഭാ അധികൃതര്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ബസ് തൊഴിലാളികൾ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോ നിലവിൽ ജൂബിലി റോഡ് അടച്ചതോടുകൂടി പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുറിപ്പ് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും 8 ട്രിപ്പൊക്കെ പോകേണ്ട ബസ് 4 ട്രിപ്പ് മാത്രം ഓടേണ്ടി വന്നാൽ പിന്നെ ഈ അവസാനം ബാഗിൽ നോക്കുമ്പോൾ പല തൊഴിലാളികളും ഞങ്ങളോട് പറഞ്ഞു ഒന്നും ഉണ്ടാകൂല. ഈ തൊഴിലാളികൾക്ക് പോലും കൂലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഡീസലൊക്കെ ഓടുന്ന ഈ ബസിന്റെ മുതലാളി എന്ന പേരിൽ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ അവസാനം അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നാൽ പിന്നെ ഈ ബസ് വ്യവസായമൊക്കെ ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകുക? ബസ് തൊഴിലാളി യൂണിയന്റെ CITU പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി KT ഹംസ. അപ്പൊ തൊഴിലാളികൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിഷമമാണ്, ഓടിച്ചെത്താൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇനി എങ്ങനെയാണ് ഇതൊന്ന് പരിഹരിക്കാൻ എന്താ മാർഗം? ഞങ്ങൾ പരിഹരിക്കാൻ ഈ സിഗ്നൽ ഓൺ ആയ സമയത്ത് തന്നെ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർ പരിഗണിച്ചില്ല. ഇപ്പൊ തൊഴിലാളികൾ സ്വമേധയാ വണ്ടി നിർത്തിയിട്ട് പോകുന്നു പറഞ്ഞ് പരാതി ഞങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ 1-2 കഴിഞ്ഞു. സിഗ്നൽ ഓൺ ആയി തുടങ്ങിയത് ഇതിങ്ങനെ പോയാൽ മുന്നോട്ട് പോകില്ല എന്നുള്ളത്. കാരണം ഇത് അവർക്ക് 8 ട്രിപ്പ് കൊണ്ടുകൊടുത്ത് 2 ട്രിപ്പ് 4 ട്രിപ്പൊക്കെ കിട്ടുന്നത്. അവര് 10 പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു മിതമായ കൂലി ലഭിക്കുന്നില്ല, മാന്യമായ കൂലി അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ അവർ പണിക്ക് വരുന്നത് ഞങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇതിനൊരു പരിഹാരം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ പരിഹാരം കാണിക്കാൻ നിയമം എന്തൊക്കെ അനുശാസിക്കുന്ന ആ രീതിയിൽ ഞങ്ങൾ പല നിവേദനങ്ങളും കൊടുത്തു നോക്കി. അവരിതിന് കാണുന്നത് കണ്ണടക്കാണ്. അപ്പൊ ഇനി തൊഴിലാളി സ്വമേധയാ വണ്ടി നിർത്തിയിട്ട് പോകുന്ന സംഘടനയിലേക്ക് എത്തി. അവരോട് പണിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ യാതൊരു നിർവാഹമില്ല. നിങ്ങൾക്ക് മുതലാകും നിങ്ങൾ പണിയെടുത്തോളി, ഇല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ പരിഷ്കരിച്ച് പോയിക്കോളി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു, ശരിയാണ് ഇവര് പറയുന്നതിൽ കാര്യമുണ്ട്. ഇനിയിപ്പോ ഈ ഒരു കാര്യം നഗരസഭ നേരത്തെ നിങ്ങൾ പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുത്തു, പരാതിയായി കൊടുത്തു, ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഈ പെരിന്തൽമണ്ണ നഗരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഭയങ്കര കടുത്ത വേനലിലൊക്കെ വളരെ വിഷമിച്ചാണ് ബസ്സിലെ യാത്രക്കാർ വരെ പോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഓട്ടം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയും കൂടി വരുന്നു. ഇനിയിപ്പോ അടുത്തതായിട്ട് ഇപ്പൊ നേരത്തെ തൊഴിലാളികൾ പറഞ്ഞ പോലെ നിങ്ങൾ നേതാക്കന്മാരെന്ന നിലക്ക് പരാതി നിവേദനം കൊടുക്കുന്നു. അതിലൊരു പരിഹാരം ഉടൻ ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് തൊഴിലാളികളോട് പറയാനുള്ളത്? ഞങ്ങള് പരിഹാരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. തൊഴിലാളികളുടെ പരിഹാരത്തിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അവരെന്താ പറയുന്നത്? നാളെ മുതൽ ചിലപ്പോൾ വണ്ടി അടിക്കൂല എന്നാ പറയുന്നത്. വണ്ടി എടുത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാർ കഷ്ടപ്പെടും. അവര് വേറെ വല്ല വഴിക്കും തിരിയും. അവർ ഈ ലൈസൻസ് എടുത്തിരിക്കുന്നത് ഈ ഒരു തൊഴിൽ കണ്ട് മാത്രമൊന്നുമല്ല. ഞങ്ങളെ മേഖലയിൽ പണിയെടുക്കുന്ന കോവിഡിന് മുമ്പ് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ പല മേഖലയിൽ വേറെ ജോലി ചെയ്ത് പോയിട്ടുണ്ട്. ഇന്ന് 4 ആള് സർവീസ് ചെയ്തിട്ട് 2 ആളെ ബസ്സിലുള്ളൂ. അത്രയും ശോചനീയമായിട്ടുണ്ട് ഈ തൊഴിലിന്റെ അവസ്ഥ. അതുകൊണ്ട് ഈ ഒരു മേഖലയെ അത്ര ഒരു ശാശ്വതമായ മേഖലയായിട്ട് ഈ മേഖല തൊഴിലാളികളെ കാണുന്നില്ല. കാരണം അവർ വേറെയും തൊഴിൽ പഠിച്ചിട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. അവർക്ക് ഈ തൊഴിലല്ലെങ്കിൽ വേറെ തൊഴിൽ എന്ന രീതിയിലേക്ക് അവർ മാറും. അതുകൊണ്ട് ബസ്സിൽ വന്നാൽ മാത്രം അവരുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല. പക്ഷേ ഈ വ്യവസായം നിലനിൽക്കേണ്ടത് ഇവിടുത്തെ സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടിയാണെന്ന് സംഘടനയ്ക്ക് തിരിച്ചറിവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യവസായത്തെ ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ സിഗ്നലിലൂടെ വന്നിട്ട് 13 വർഷമായി. അന്ന് തന്നെ ഞങ്ങൾ അവിടെ അടിസ്ഥാന സൗകര്യം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഈ ബന്ധപ്പെട്ട ആളുകളോട്. ഇന്നും അവിടെ ആ ഒരു ഇതിന് പോലുള്ള സൗകര്യം വരുത്താതെയാണ് ഇന്നും ആ സിഗ്നൽ ഓൺ ആക്കിയിട്ടുള്ളത്. 13 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പിന്നെ എന്ത് നഗരവികസനമാണ് ഇവർ ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങള് നേതാക്കളെന്ന നിലക്ക്, ബസ് ഉടമകളെന്ന നിലക്ക് നിങ്ങള് നഗരസഭ അധികൃതർക്ക് ഇപ്പോഴത്തെ ഈ ജൂബിലി റോഡ് അടച്ചിട്ടേക്കണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ ഒന്ന് എത്രയും പെട്ടെന്ന് അടിയന്തരമായി നേതാക്കൾ ബസ് ഉടമകളെ നിലക്ക് നിങ്ങൾക്ക് അവരുടെ നിവേദനം രൂപത്തിലായാലും അറിയിക്കാമല്ലോ. അപ്പൊ അറിയിച്ചതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഈ ജൂബിലി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. കുറെ അധികം വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡാണ്. ആ റോഡ് അടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെരിന്തൽമണ്ണ സിറ്റിയിലെ ബ്ലോക്ക് വർദ്ധിക്കും.
അത് മുന്നേ കാണാതെ ഇവരത് അടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവിടെ പോയി സിഗ്നൽ ആണല്ലോ. ഇന്നലെ വൈകുന്നേരത്ത് ആ സിഗ്നലിലെ വരി പെരിന്തൽമണ്ണ അപ്പുറത്തെ സിഗ്നൽ വരെ എത്തിയിരുന്നു. ഇതൊന്നും ഇവിടുത്തെ ആളുകൾ പരിശോധിക്കാതെയാണ് ഇത്തരം നടപടിയിലേക്ക് പോകുന്നത്. ഇതിനൊരു ബദൽ മാർഗം കൂടി കണ്ടിട്ട് വേണ്ട ഇവർ ഇത് പണിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, അത് നേരായി കാണുന്ന തന്നെയാണ് ആഗ്രഹം. പക്ഷേ പെരിന്തൽമണ്ണയിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് സമയക്ലിപ്തത പാലിച്ച് സർവീസ് നടത്താൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സംജാതമായിരിക്കാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മൂസക്കുട്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തുള്ള ഈ സിഗ്നലാണ്. അതിൽ ഞങ്ങളെ സിഗ്നൽ ഓഫ് ആക്കണമെന്ന് പറയുന്നില്ല, അവിടെ ഫ്രീ ലെഫ്റ്റ് വേണമെന്ന് പറയുന്നത്. രണ്ട് ഭാഗത്തേക്ക് മെയിൻ ആയിട്ട് രണ്ട് ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റ് വേണമെന്ന് പറയുന്നത്. അത് ഇതുവരെയും ചെയ്തിട്ടില്ല. ഒരു പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പറയാനെടുത്തിട്ട് ഇത് കാലങ്ങളായി. ഒരു പോസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാൻ അതിനെന്താ അവർക്ക് കഴിയാത്തത്? ഞങ്ങൾ ചോദിക്കുന്ന കാര്യം ഞാനല്ലേ. നിങ്ങളൊക്കെ ഈ ഒരു പരാതി കൊടുത്തിട്ട് അതിനൊക്കെ ഗൗരവത്തോടെ എടുത്തില്ലെന്ന് വേണം പറയാനെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും അവർക്ക് ഈ സർവീസ് ഇവിടെ നിന്നില്ലെന്ന് കാണാൻ ആഗ്രഹമില്ല. ബസ് സ്റ്റാൻഡിനോട് അവർ അവഗണന കാണിക്കുന്നു, ബസ് സർവീസിനോട് അവഗണന കാണിക്കുന്നു. ബസ്സിന് സമയക്ലിപ്തത ഉണ്ട്, അത് നിങ്ങൾ ബന്ധപ്പെട്ട ജോയിന്റ് ആർടിയോട് അന്വേഷിച്ച് നോക്കൂ. അവർ സമയക്ലിപ്തത പാലിച്ചാണ് സർവീസ് നടത്തുന്നത്. ഒരു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓണർക്ക് പോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ബസ്സിന്റെ പെർമിറ്റ് വരെ റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള ഈ സർവീസിന് സമയക്ലിപ്തത പാലിച്ചേ നടത്താൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഇനി നിലനിൽക്കൂല. അപ്പൊ സമയം ഞങ്ങൾക്ക് പ്രധാനമാണ്. അതനുസരിച്ച് സൗകര്യപ്രദമായിട്ട് ഇവിടെ സർവീസ് നടത്താൻ ഇത് ഉണ്ടാക്കി തരണം. എന്നാലും ഈ സർവീസ് ഇവിടെ നിലനിൽക്കുള്ളൂ, പൊതുജനത്തിന് അത് ഉപകാരമാവുകയും ചെയ്യുള്ളൂ. എന്തായാലും ബസ് ഉടമസ്ഥ, അതായത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ബസ് തൊഴിലാളി യൂണിയൻ CITU തുടങ്ങിയ എല്ലാ സംഘടനകൾ ഒരുമിച്ചാണ്, അതായത് ബസ് തൊഴിലാളികളുടെ വിഷമാവസ്ഥ അവർ തന്നെ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ അവർക്ക് ഉടമകൾ എന്ന നിലയ്ക്ക് തൊഴിലാളികളോട് അവർക്ക് ബസ് എവിടെയെങ്കിലും നിർത്തി ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ, നഗരസഭ ഭരിക്കുന്നവര്, അതുകൂടാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും ഇവരുടെ ഇപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തൽക്കാലത്തേക്ക് ജൂബിലി റോഡ് തുറക്കുന്നത് വരെയെങ്കിലും ഈ സിഗ്നല് അവർ പറയുന്നതാണ്, ജൂബിലി റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് നവീകരണം പൂർത്തിയായി തുറക്കുന്നത് വരെയെങ്കിലും ഈ ഇവിടെയുള്ള സിഗ്നല് തൽക്കാലത്തേക്കൊന്ന് ഓഫ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും ഞങ്ങളും അനുഭവസ്ഥരാണ്, ഒരുപാട് നീണ്ട നിര തന്നെയായിരുന്നു, ഈ വാഹനങ്ങളുടെ നീണ്ട നിര. ഈ കടുത്ത ചൂടില്, ഈ വേനൽ ചൂടില് നീണ്ട നിരയിൽ കിടന്ന് വിഷമിക്കുന്ന ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. തൽക്കാലത്തേക്ക് ജൂബിലി റോഡ് തുറക്കുന്നവരെ ഇവരാവശ്യപ്പെടുന്ന ഒരു കാര്യം, ആ സിഗ്നല് ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ലെഫ്റ്റിനുള്ള സംവിധാനം ഒരുക്കുക. ഒരു പോസ്റ്റ് പോലും മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും നടപടി എടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ നാടിന്റെ പ്രധാന ആവശ്യമാണ് ബസ്, സ്വകാര്യ ബസ്സുകൾ എന്നുള്ളത്. വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നതാണ്, മറ്റുള്ള ജോലിക്ക് വരുന്നവർ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അലംഭാവം കാണിക്കരുതെന്നാണ് അവർ പറയുന്നത്. കൂട്ടത്തിൽ ചാനട്ടനും അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവർക്ക് സ്വീകാര്യമായ നടപടി സ്വീകരിക്കുക. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനട്ടൻ, പെരിന്തൽമണ്ണ. മലബാറിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം, കേരളത്തിൽ 18 ഷോറൂമുമായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ കസ്റ്റമേഴ്സിന്റെ ബെസ്റ്റ് ചോയ്സ്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്.